എന്നോടൊപ്പം ഒരു അതിഥി കൂടിയുണ്ട്. അദ്ദേഹം തൃശ്ശൂരിൻ്റെ MP ആണ്, കേന്ദ്രമന്ത്രിയാണ്, അതുപോലെ തന്നെ ഒരു കലാകാരനാണ്. അപ്പോൾ കലാകാരൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് കലോത്സവവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുണ്ടാവും. സുരേഷേട്ടാ, മാതൃഭൂമി ന്യൂസിലേക്ക് സ്വാഗതം. കലോത്സവം എല്ലാ കേരളീയരുടെയും കുട്ടികളുടെയൊക്കെ ഒരു അഭിമാനമായിട്ടുള്ളൊരു ഒരു ഉത്സവമാണ്. ആ ഉത്സവത്തിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ ഈ ഉത്സവത്തിൻ്റെ നടത്തിപ്പുകാരല്ല, ഭാഗമാണ്. ഇത് ഓർഗനൈസ് ചെയ്ത കേരള സർക്കാരിലെ വിദ്യാഭ്യാസ വകുപ്പ് അതിമനോഹരമായിട്ടാണ് ഇത്തവണ ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്. ഞാൻ ഇന്നലെ വന്ന് ഇത് മുഴുവൻ ഓടി നടന്നു വന്ന് കണ്ടതാണ്. വളരെ മനോഹരമായിട്ട് എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. എങ്കിലും എനിക്ക് തോന്നുന്നു തൃശ്ശൂരായതുകൊണ്ട് ഒരെല്ല് കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 14 ജില്ലകളെയും ഞാൻ ആശംസിക്കണം. ഒരു ഉത്തരവാദിത്വമുള്ള പൗരൻ എന്ന നിലയ്ക്ക് എല്ലാ കുഞ്ഞുങ്ങളും എൻ്റെ മക്കളെ പോലെ തന്നെയാണ്. അപ്പോൾ ആ വേർതിരിവ് എനിക്ക് അതിനകത്ത് കാണിക്കാനാകത്തില്ല. പക്ഷേ മാറ്റുരച്ച് നിശ്ചയിച്ച് വരുന്നത് ആരായാലും നമ്മൾ കണ്ണീരോടെ സ്വീകരിച്ചാലും ആ കണ്ണീരെന്ന് പറയുന്നത് ആനന്ദാശ്രുക്കളായിരിക്കും. അഭിനേതാവ് എന്ന നിലയിൽ അതുപോലെ തന്നെ അത്യാവശ്യം പാട്ടും പാടും. അപ്പോൾ കലോത്സവ ഓർമ്മകൾ അതെന്തെങ്കിലും ഉണ്ടോ? അതായത് പങ്കെടുത്തില്ല, ഞാനത് കണ്ടിട്ടേ ഇല്ല. കാണുന്നത് സിനിമാ നടനായതിനു ശേഷം ഇവിടെ പോയിട്ടാണ്. അതുപോലെ തന്നെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് യൂണിവേഴ്സിറ്റി കലോത്സവം പങ്കെടുത്തിട്ടില്ല. കാരണം നല്ല അന്തർമുഖനായിരുന്നു. കുട്ടികളിങ്ങനെ ആഘോഷിക്കുമ്പോൾ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ, അയ്യോ എനിക്കിത് മിസ്സായിപ്പോയി? തീർച്ചയായിട്ടും അതല്ലേ തോന്നുന്നത്. നമുക്കിത് മിസ്സായി എന്നല്ല, നിഷേധിക്കപ്പെട്ടല്ലോ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഒരു ഇനം പ്രത്യേകമായിട്ട് കാണണമെന്നൊരാഗ്രഹമുണ്ടോ? ഗാനങ്ങൾ തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ട ഒരു മേഖല. പിന്നെ ചോദിച്ചാൽ ഡാൻസാണ്. അത് നാടോടി നൃത്തമായാലും ശരി തന്നെ, ക്ലാസിക്കൽ ഡാൻസ് ആയാലും ശരി തന്നെ, സിനിമാറ്റിക് ഡാൻസ് ആയാലും ശരി തന്നെ, ബാക്കി ഈ ഒപ്പന, അതുപോലെയുള്ള മാർഗം കളി, ഇതുപോലെയുള്ളൊരു എല്ലാം ഡാൻസ് ഭയങ്കര റിഥമിക്കല്ലേ. മ്യൂസിക്കിനോട് ചേർന്ന് ഒരു ഉൽപ്പന്നം കൂടി. പൊന്നോട് പൂവായി, ശംഖോടു നീരായി, വണ്ടോടു തേനായി, നെഞ്ചോടു നേരായി വന്നു നീ, കളഭമഴ തോരാതെ കുളിരണിയുമെന്നിൽ തൊട്ടു സൂര്യൻ രോമാഞ്ചം. ഈ കലോത്സവങ്ങൾ രാഷ്ട്രീയം കലരുന്നു എന്നുള്ളൊരു തോന്നൽ എപ്പോഴെങ്കിലും ഇപ്പോൾ കുറച്ച് നാളുകളായി തോന്നിയിട്ടുണ്ട്? ഇല്ല, അതൊക്കെ ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്ന പോലുമില്ല. അവിടുന്ന് ഇരുന്ന കുട്ടികൾ ആരെങ്കിലും അത് ശ്രദ്ധിച്ചാൽ. ഇപ്പോൾ കലോത്സവം തുടങ്ങിയിരിക്കുകയാണ്, ഇനി ഇവിടെ നിന്ന് കത്തിക്കയറുകയാണ്, കൊട്ടിക്കയറുകയാണ് അല്ലേ? എന്തായാലും സുരേഷ് ഗോപിയാണ് നമ്മളോടൊപ്പം ചേർന്നത്, കേന്ദ്രമന്ത്രി. അദ്ദേഹം വളരെയധികം സന്തോഷത്തിലാണ് ഈ ഒരു കലോത്സവ വേദിയിലേക്ക് എത്തുന്ന ഒരു സമയത്ത്.